ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇല്ലിക്ക് കല്ലിലാണ്. അവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് നമ്മൾ ടിക്കറ്റ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഓക്കെ, അപ്പം നമുക്കിപ്പം 5 പേർക്ക് ഒരാൾക്ക് 38 വെച്ചാണ് വരുന്നത് കേട്ടോ. അപ്പം 5 ടിക്കറ്റ് എടുത്തു. ജീപ്പിലാണ് നമ്മൾ പോകുന്നത്. സിറ്റീസിലാണെങ്കിൽ 10 രൂപ, അല്ലാത്തവർക്ക് 20 രൂപയാണ്. നടന്നു പോകാനാണെങ്കിൽ ഒരുപാടുണ്ട്. ജീപ്പിൽ 38 ഉള്ളൂ. ജീപ്പ് എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോയി കഴിക്കാം. പക്ഷേ ഒരു സീനെന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ചെയ്യണം. ഒരു കാര്യം, ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മളിപ്പം ഇവിടുന്ന് തന്നെ നമ്മൾ ബോട്ടിൽ കുപ്പി മേടിക്കാൻ കിട്ടും കണ്ടോ. ഇവിടെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല രസം കേട്ടോ കാണാൻ. ഫുള്ള് ടോട്ടലി ഇവിടെ നിന്നാണ് നമ്മൾ ജീപ്പ് സ്റ്റാർട്ടാകുന്നത്. സോ നമുക്ക് ഈ വെള്ളം മേടിച്ച് കഴിഞ്ഞാൽ ഈ കുപ്പി നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ 10 രൂപ നമുക്ക് തരും. ഓക്കെ, അപ്പം കുപ്പി നമ്മൾ അവിടെ ഇടാതെ കൊണ്ടുവരാം. അത് എന്തുകൊണ്ട് നല്ലൊരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ പ്ലാസ്റ്റിക് കാര്യങ്ങൾ ഇടാതെ എടുത്തിട്ട് വരുമല്ലോ. ഇപ്പം ചെക്കന്മാർ പോയിട്ട് രണ്ടാമത് ചോറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരും കേട്ടോ. ആദ്യം അവർ കൊണ്ടുവച്ചു. അപ്പോൾ വരാം. നമ്മൾ ജീപ്പ് എന്തായാലും ജീപ്പിൽ കയറാൻ പോയി. നമ്മളെ ജീപ്പ് എടുത്തു കഴിഞ്ഞു. അപ്പോൾ അടിപൊളി കാഴ്ച കേട്ടോ. ഹെവി എയർപിന്നല്ലേ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ജീപ്പിൽ തന്നെ മയക്കി വരാൻ നോക്കുക. ഇപ്പോൾ കഴിച്ച് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാണുന്ന ലൊക്കേഷൻ. കണ്ടോ, നമ്മൾ ഈ ഒരു ജീപ്പിലാണ് വന്നത്. ഇതിനകത്ത് അവർ ഫുള്ളാകുമ്പം വണ്ടി എടുത്തിട്ട് വരും. ഇനി ഇതുപോലെ കുറേ ട്രിപ്പ് ഉണ്ടാവും. അപ്പോൾ കഴിച്ച് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് കയറണം. അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. കണ്ടോ, ഇല്ലിക്ക് കല്ല്. അപ്പോൾ നല്ല രസമാട്ടോ കാണാനായിട്ട്. ഹെവിയാണ്, ഹെവി. ഞാൻ ഇവിടെ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇതെന്താ പറ്റി ഇനി ഐഡിയ? ഇതാണ് കൊലയ്ക്കാത്ത വാഴ. എന്താ, കൂമ്പ് മാത്രമേ ഉള്ളൂ. വാഴക്കൊലയാണോ? സ്ഥലം എങ്ങനെയുണ്ട്? സ്പോട്ട് സെറ്റല്ലേ? ഹെവി കേട്ടോ ട്രക്കിങ്. നമ്മൾ അവിടുത്തെ വരുന്നേ ഉള്ളൂ. അടിപൊളി വഴി കേട്ടോ. നൈസ് നൈസ് സ്പോട്ട് സെറ്റല്ലേ? നൈസ് സാധനം. കൊള്ളാം. നല്ല അടിപൊളി സ്പോട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം കേട്ടോ. ഇവിടുന്ന് തന്നെ ഉണ്ടല്ലോ ഗൈസ്, നല്ല ലുക്കാട്ടോ കാണാനായിട്ട്. നല്ലൊരു മഞ്ഞൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ നിപ്പുണ്ട്. തീർന്ന് വൈബ് അടിക്കാനുണ്ടോ? ഏത് വൈബാണിത്? മുത്ത് വൈബാ? കാറ്റ് വൈബാ? അടിപൊളി കേട്ടോ, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ കയറി എന്തായിരിക്കും വ്യൂ അല്ലേ? ഇപ്പം ഈ കൈവരിയും കാര്യങ്ങളൊക്കെ ആക്കി കേട്ടോ. കുറേ ടൂറിസം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഈ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നേ. മുമ്പ് ചുമ്മാ ഇതിട്ടേക്കായിരുന്നു. ഇപ്പം ഈ കൈവരിയും കാര്യങ്ങളൊക്കെ വെച്ച് അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇലയിൽ പോയി കഴിഞ്ഞാൽ അടിപൊളി ചോറേ ഉണ്ടോ. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ കൊണ്ടുപോകണം അതേ സെയിം സാധനം. ഇതൊക്കെ ശരിക്കും ഒരു വൈബാട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കണേക്കാളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുക. നമ്മൾ പക്ഷേ എന്താ പറയുക, ഈ വേസ്റ്റും കാര്യങ്ങളും ഇടില്ല. നമ്മളിപ്പോൾ ഇലയിലാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ ഇലയൊക്കെ ഇവിടെ ഇട്ടാലും സീനൊന്നുമില്ല. പക്ഷേ നമ്മൾ മാക്സിമം ഈ പ്ലാസ്റ്റിക് കാര്യങ്ങൾ ഇടാതിരിക്കുക. പൊതി തുറക്കാം. അടിപൊളി ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ മോനെ, ഹെവി. എന്താണ് നമ്മുടെ അവസ്ഥ? വാവ്, എന്താണ് ബീട്രൂട്ടും എന്തൊക്കെ സംഭവം ഉണ്ട് കേട്ടോ. നോക്കാം. ഇതാര് സെറ്റ് ചെയ്തതാ ഈ പൊതി? എവിടെ? കുഞ്ഞ് സെറ്റ് ചെയ്തതാ? കുഞ്ഞിനൊരു സ്പെഷ്യൽ ടാൻസ് കേട്ടോ. ചീര ഉണ്ട്. ഒരാൾ സെറ്റ് ചെയ്ത് നമുക്ക് കൊടുത്തു വിട്ടതാ കേട്ടോ. നമ്മൾ വേറൊരു പെങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ മീൻ പൊരിച്ച തന്നിട്ടുണ്ട്. പിന്നെ ഇതെന്താ, അച്ചാറാണെന്ന് തോന്നുന്നു കേട്ടോ. അച്ചാറുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് പയർ തോരമുണ്ട്. ഓക്കെ, പിന്നെ ഗൈസ് ഇതാണ് നമ്മുടെ ചീനിയാണോ എന്താ, ചക്ക ഉണ്ട് കേട്ടോ. ചക്ക നോക്കി, അടിപൊളി ചക്ക ഉണ്ട്. പിന്നെ ചക്ക, പിന്നെ നമ്മളെ കൊഞ്ചുണ്ട് കേട്ടോ. അത് നമ്മൾ വേറെ തന്നെ സെപ്പറേറ്റ് വെച്ചുകൊണ്ട് വന്നതാണ്, കുക്ക് ചെയ്തിട്ട് വന്നതാണ്. അടിപൊളി. കുറച്ച് ചീരയൊക്കെ എടുത്തിട്ട് നൈസിന് പിടിച്ചു നോക്കാം എന്താ അവസ്ഥയാണ്. സൂപ്പർ ഹെവി കേട്ടോ. കുറേ നാളെ ഇങ്ങനെ ഒരു ലഞ്ചൊക്കെ കഴിച്ചിട്ടേ.
അത് ഈ പ്രകൃതിയിലിരുന്ന് സൂപ്പർ. എന്ത് മനോഹരമാണെന്നറിയാം. ഇങ്ങനെയൊക്കെയാണ് ജീവിക്കാനുള്ളത്. ശരിക്കും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം നമ്മൾ. കണ്ടോ എല്ലാവരും സെറ്റായിട്ട് കണ്ടോ ചുറ്റിനെ ഇരുന്ന്. അൽഹംദുലില്ലാ ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് എനർജിയൊക്കെ ആയി. ഇനി ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് കയറാൻ കുറച്ച് എനർജി ആയി കേട്ടോ. നൈസ്. ഷൂ ഫുള്ള് കൊളായി കേട്ടോ. ഷൂ ഫുള്ളാകെ സീനായി. BMW തേര് കയറുവാണ് കേട്ടോ. BMW ഉണ്ടോ? BMWൻ്റെ ഷൂ. ഇല്ലിക്കക്കല്ലിൽ ഒരു കത്തി ഇങ്ങനെ വരാത്തവരൊന്നും വരിക കേട്ടോ. നമ്മൾ പണ്ടൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ടൈം വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ വരവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അധികം ആളൊന്നുമില്ല, വലിയ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ഇവിടെ കുറവാണ്. സാധാരണ ഇനിയിപ്പം സീസണിലൊക്കെ ഉള്ളതുപോലെയൊന്നുമില്ല. ഇനി ചൂടായ കൊണ്ടാണോ ആൾക്കാരങ്ങനെ വരാതെ. ഇവിടെ ഇപ്പം ക്ലൈമറ്റ് കൊള്ളാം കേട്ടോ. ഇതുണ്ടോ, ഇത് ഫുള്ളിന് കയറാനുള്ളത് നമുക്ക്. അപ്പോൾ അതിനുള്ള എനർജിയാണ് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്തത്, ബൂസ്റ്റ് ചെയ്തിരിക്കുക. ഫുൾ സാധനങ്ങൾ ഇവിടെ നിന്നിട്ടുണ്ടല്ലോ. ഒട്ടുക്കത്തെ വ്യൂ ആട്ടോ. നോക്കി വേറെ ലെവല്. ഇട്ട് വലിക്കുന്നതേ ഉള്ളൂ. തേരിയിൽ ഇത്തിരി പാടാണ്, വലിഞ്ഞ് കയറി വരുന്നതേ ഉള്ളൂ. അമ്മ സെക്കൻഡ് ഗിയർ ഇട്, അപ്പം കുറച്ചും കൂടെ വലിവ് കിട്ടും നമുക്കേ. ഇപ്പോഴേ നിൽക്കല്ലേ, ആ കാണുന്ന മല ഉണ്ടാ, അവിടെ വരെ നമ്മൾ കയറണം. അയ്യടാ പോയില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ മിസ്സാക്കാൻ ഒരിക്കലും പാടില്ല. ഫുള്ള് അതിൻ്റെ ടോപ്പ് എൻഡ് പോയി ടച്ച് ചെയ്തിട്ട് പോകാൻ പറ്റത്തുള്ളൂ. കുറച്ചും കൂടെ കയറി വരൂ. കയറി വരുമ്പം ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾ കയറി പോയിട്ട് ഇറങ്ങിയപ്പോൾ തളരുകയാണെങ്കിലും ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഇവിടെ വണ്ടിയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ എന്താണ്, ഇരിക്കണമെങ്കിൽ ഇരിക്കാം, വേസ്റ്റ് ഇടാനായിട്ട് സാധനങ്ങളുണ്ട്. അപ്പം സീനൊന്നുമില്ല. ഇനി ചെറിയൊരു സീനുണ്ട് കേട്ടോ. ഈ സാധനം ഫുള്ള് ഇങ്ങനെ കയറി പോകണം. ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ കുറച്ച് കേരള സീനാണ്. ഇവിടെ കണ്ടോ ഇങ്ങനത്തെ കല്ലുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരിക, അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങനെയും പോകാൻ പറ്റും. പിന്നെ നമുക്ക് പിടിച്ച് കയറാനായിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. കൈവരിയുണ്ട്. മുമ്പ് നമ്മൾ ഇതുണ്ടല്ലോ, ആക്ച്വലി ഈ കൈവരിയും സംഭവങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ കയറുമായിരുന്നു. നമ്മൾ പയ്യന്മാർ വന്നിട്ട് ഇവിടെ കയറുമായിരുന്നു സംഭവം. അന്ന് ഈ കൈവരിയൊന്നുമില്ല, കയറി മേളിൽ പോകും. ഇപ്പോഴാണ് ഈ ടൂറിസം കാര്യങ്ങളിങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ. തങ്കുമൊക്കെ ഓൾറെഡി എനർജിയൊക്കെ തീർന്നിട്ടിരിക്കുകയാണ് കേട്ടോ. ആകെ ടയർഡായിട്ടിരിക്കുകയാണ് തങ്കു പൈസയൊക്കെ. വാ ഇരുന്നാ അങ്ങനെ. ഓ ചെറിയ ഇത്തിരിയേ ഉള്ളൂ, ഇപ്പം എത്തും. അവിടെ കയറുന്ന ഒരു പാടേ ഉള്ളൂ കണ്ടോ. അവിടെ നിന്ന് ജസ്റ്റ് ഇത് അപ്പോൾ ഇവിടെ നിന്ന് നല്ല അടിപൊളി ഒരു വ്യൂ കേട്ടോ. കണ്ടോ അടിപൊളിക്കാറ്റ്. അമ്മ വീട്ടിലിരിക്കാതല്ലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി. മുട്ട് വയ്യെങ്കിലും ഉമ്മച്ചി ഉണ്ടല്ലോ ഈ മലയിലൊക്കെ അത് വലിച്ചൊടിച്ച് കയറുക. ഇതൊക്കെ ഒരു രസമല്ലേ. എല്ലാവരും പറ്റുന്ന രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോവുക, വൈപിടിക്കുക. പൊളിയല്ലേ, പൊളി സ്ഥലം കേട്ടോ. ഇവിടെ ഇങ്ങനെ കാറ്റടിക്കും കേട്ടോ. ഞാൻ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാവേ. കണ്ടോ ഒരു രക്ഷയല്ലേ ഉപ്പ. ഹൗ ഈസ് ദ എക്സ്പീരിയൻസ്? കൊള്ളാമോ? നൈസ് അല്ലേ? ഈ ചൂടത്തുണ്ടല്ലോ ഇവിടെ വരപ്പുണ്ടല്ലോ ശരിക്കും നല്ലൊരു ആശ്വാസമാടാ. ഇനി അടുത്ത വ്യൂ കാണിച്ചു തരാവേ. ഇവിടെ നോക്ക്, അഫ്സലിനെ നീ കളിയാക്കണം, അവൻ വേറെ ലെവലാണ് എന്ത് പറഞ്ഞാലും. നോക്കി ഇവിടെ ഒരു പാറ ഉണ്ടായിരുന്നു, അപ്പോൾ അവർ കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അടിപൊളി. എൻട്രി ഈ ഇവിടെ ഇതല്ല, വേറൊരു ബോർഡ് മുമ്പേ ഉണ്ടായിരുന്നു, റെസ്ട്രിക്ഷൻ ഏരിയ കണ്ടോ. അടിപൊളിയാണ്, എന്ത് മനോഹരമല്ലേ. ഉണ്ടല്ലോ അങ്ങ് നിന്ന് പോകും. കാര്യം വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല. പെട്ടെന്ന് ഇങ്ങോട്ട് കയറപ്പം തന്നെ ടയേർഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് കണ്ടോ നല്ല സ്പോട്ട്, ഇരിക്കാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കയറി പോണു അമ്മ ഫുള്ള് വൈബ് കേട്ടാ. നോക്കി ഇതോ കയറി പോണു വലിഞ്ഞു പിടിച്ച്. അപ്പോൾ ആരാണ്? അപ്പോൾ ഗൈസ് ഫോളോ മീ. കാണാം കേട്ടോ. ഇനി കുറച്ചേ ഉള്ളേ, സിമ്പിളാണ് കണ്ടോ. ഇങ്ങനെ കയറി മേളിലോട്ട് പോണേ. ഉയരം കൂടുന്തോറും കാണുന്നതിൻ്റെ ഭംഗി കൂടും, അതാണ് സംഭവം. യുപ്പ എന്തല്ലേ ആ പാടൊക്കെ നോക്കിയേ. പൊള്ളി ഗൈസ് പൊള്ളി, ഒരു രക്ഷയില്ല. ഇതില്ലായിരുന്നേ ഉള്ളൂ, ഈ കമ്പിയൊന്നുമില്ല.
ആ നേരത്തെ ഫുൾ ഓപ്പൺ ആയിരുന്നു, മുമ്പൊക്കെ ഇങ്ങനെ കയറുന്നേ. ആ ഹെവി കേട്ടോ ഇതൊക്കെ. ഇവിടെ ഇങ്ങനെ ട്രക്കിങ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉണ്ടല്ലോ, വേറെ ലെവലായിരിക്കും വന്നു കഴിഞ്ഞാൽ. കുറച്ച് സാഹസികമായൊക്കെ കയറണം, പക്ഷെ നൈസാട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു നേരത്തെ ഇതുണ്ടായിരുന്നല്ലോ, ഇടിഞ്ഞതായിരിക്കും. അപ്പോൾ അപ്പുറത്ത് കയറണോ? നമുക്കിവിടെ കയറാം. ഇതിനൊക്കെ വലിഞ്ഞു പിടിച്ച് കണ്ട, താറ് കയറിയണ്ട. അല്ലാ, അപ്പുറത്ത് പോയാലേ പറ്റൂ. കയറുമോ നോക്കട്ടെ, കയറി നോക്കട്ടെ. ഇത് ചലഞ്ച് കയറി അവിടെ തന്നെ കയറാൻ അത്രയും കഷ്ടപ്പാട്. അപ്പോഴാണ് പിന്നെ ഇവിടെ കയറുന്നത്. ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് കയറേണ്ടത്, മുട്ടൊക്കെ വയ്യാത്തതിന്. ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് കയറേണ്ടത്, മുട്ടൊക്കെ വയ്യാത്തതിന്. കിതയ്ക്കുന്നു പാടില്ല. ഇനി വല്ല ബൂസ്റ്റർ അങ്ങനെ കൊടുത്താലേ പറ്റും. ബൂസ്റ്റർ നീ ഓക്കെ അല്ലേ? നീ സെറ്റല്ലേ? ഞാനും കിതയ്ക്കുന്നുണ്ട്. ഓ എത്തി ഗൈസ്, കണ്ടോ ഇവിടെ വരെയുള്ള സംഭവം. സ്ക്രീൻഷോട്ട് ഇതൊക്കെ ഇവിടെ നിന്നുള്ള ലുക്ക് നോക്കി, എന്താ വ്യൂ നോക്ക്, അടിപൊളി. അമ്മച്ചിക്ക് എവിടെ എത്തിയോ? നമ്മൾ ജസ്റ്റ് ഓടി കയറിയതാണേ. ഓ അമ്പത്തി എവറസ്റ്റ് കീഴടക്കി കേട്ടോ. അമ്പത്തി ഇത്രയും ഓടി കയറി കേട്ടോ. ഫുള്ളിങ്ങി വന്നു. അമ്മച്ചി അവിടെ നിൽക്കുന്നേ ഉള്ളൂ. എന്തേ വരണോ? അപ്പോൾ ഗൈസ് ഉമ്മച്ചി എത്തിയിട്ടുണ്ട്. ഇത്രയും കയറി തിരിച്ചിറങ്ങുന്ന കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചില്ല കേട്ടോ. ഇങ്ങനെ കിടക്കൂല്ലേ? ഉമ്മയൊക്കെ അത് ഓൾറെഡി ചിന്തിച്ചു തുടങ്ങി, പറഞ്ഞു തുടങ്ങി. അറിയില്ല കേട്ടോ, താഴെ കൂടെ വീടുകളൊക്കെ ഉണ്ടേ, കാണിച്ചാൽ ഓക്കെ കേട്ടോ. അടിപൊളി കാറ്റ്, അടിപൊളിയല്ലേ? അടിപൊളി കാറ്റ്. ഇവിടുത്തെ മെയിൻ കല്ല് കാണിച്ചു തരാം എനിക്ക്. സോറി, അത് കാണിച്ചു തരാൻ പറ്റും. ഇതാണ് കേട്ടോ കല്ല്, ഇരിക്കൽ കല്ല്. ഓക്കെ സെറ്റല്ലേ? അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടുത്തെ അടിപൊളി വ്യൂ, നല്ല ടോപ്പ് വ്യൂ. പറ്റുന്നവരൊക്കെ എന്തായാലും വന്ന് കാണുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. സൂപ്പറാണ്. ഇപ്പോൾ ഇവിടെ ഭയങ്കര മഞ്ഞൊന്നും ആയിട്ടില്ല കേട്ടോ. ഒരു മഞ്ഞ് കയറി വരുന്നുള്ളൂ. ഈ സൈഡ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാവും. ഇപ്പം തന്നെ ഓൾറെഡി ചെറിയ തണുപ്പും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചൂട് സമയമായിക്കൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഇവിടെ അടുത്ത് നിന്നാൽ പോലും കാണാൻ പറ്റാത്ത അത്രയ്ക്ക് മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് സാധാരണ. എൻ്റെ പുതിയ കണ്ടുപിടുത്തം ഇങ്ങനെ ഇരുന്ന് നിരങ്ങി പോവാൻ. ഇത് സീനാവും കേട്ടോ. ആ പോട്ടെ, എഴുതി നോക്കടാ. മറ്റേ എസ്കലേറ്ററിൽ പോണ്. അവസാനം പൊട്ടിയിട്ട് എൻ്റെ അടുത്ത് പറയല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വേറെ ലെവൽ സാധനം. കുറ്റിയെ കൊണ്ടിട്ടോ നമുക്ക് ഇവിടെ പിടിച്ചിരിക്കാൻ. ഇതാണ് ഇതിന്റെ നടുക്ക് പനവലയെ കൊണ്ട് വെച്ചത്. തിരിഞ്ഞു പോവാം, തിരിഞ്ഞ് കയറാം, അങ്ങനെ ഇറങ്ങാം. ഇതൊക്കെ ഒരു രസമല്ലേ? ഇവിടെ പണിയൊന്നും ഇല്ലാത്തവർക്ക് ഇതൊക്കെ ഒരു രസമാണ്. എടാ മറ്റേ കുപ്പി കൊടുത്ത 10 രൂപ കിട്ടൂലേ? ഇതും കൊടുക്കാടാ. എടാ ഇതും കൊടുക്കാടാ ഗൈസ്. ഈ കുപ്പി ഉണ്ടോ? അത് കുഴപ്പമില്ല, നമ്പറില്ലേ? കൊടുക്കാം, നമുക്ക് കൊടുക്കാം ഗൈസ്. മോശമായ കാര്യങ്ങൾ. കുപ്പി എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് പോകും കണ്ടോ. അപ്പോൾ സമയം ഏകദേശം 4 മണിയായി. നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. താഴോട്ടിറങ്ങി ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം കേട്ടോ. അപ്പോൾ ഉമ്മച്ചി ഇവിടെ ഉമ്മച്ചി വന്നിട്ടുണ്ടോ? ഉമ്മച്ചി മുമ്പൊക്കെ ഈരാറ്റുപേട്ടയൊക്കെ നിന്നിട്ടുള്ള കേട്ടോ. പക്ഷേ ഇങ്ങോട്ടൊന്നും ഇവിടെ വന്നിട്ടില്ലല്ലോ. ലില്ലിക്ക കല്ല് കേട്ടിട്ടുണ്ടോ? ലില്ലിക്ക കല്ല് ഇവിടെ കേട്ടിട്ടുണ്ട്, അങ്ങനെ ഉമ്മച്ചി വന്നിട്ടില്ല. അപ്പം ഇവിടെ അങ്ങനെ ആരും മെയിനായിട്ട് വരാറില്ല ഈ ട്രക്കിങ് ടൈപ്പൊക്കെ ആയതുകൊണ്ടേ. സോ നമ്മൾ ഇങ്ങോട്ടൊന്ന് കയറാമെന്ന് വെച്ചു. വാഗമണ്ണിന് എപ്പോഴും ഈസി ആയിട്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ. ഇവിടുത്തെ ഇറങ്ങാൻ പറ്റത്തില്ല. കുപ്പി എടുത്തോ. അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റ് ഹൗസ്. കണ്ടില്ലേ? ഇവിടെ അതിൽ റെസ്റ്റ് എടുക്കാം. തളർന്ന് ഒരു എനർജി ഇല്ല, അപ്പഴേ പോയി തീർന്നു. മീനൊക്കെ മേടിക്കുന്ന സഞ്ചിയൊക്കെ ആയിട്ട് താഴെ പോകണം. റേഷൻ കടയിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ടോ. ഞാൻ ഐസ്ക്രീമൊക്കെ അടിച്ചു വെച്ചു കേട്ടോ.
അപ്പോൾ ഇവിടുത്തെ ഫുള്ള് ആംബിയൻസ് ഫുള്ള് മാറി കേട്ടോ. ഫുള്ളും കാര്യങ്ങളുമായി മഴ പെയ്യാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇവിടെ ഇടി സീനാണ്. ആ സ്റ്റീലിലും കാര്യങ്ങളും പിടിച്ച് നിന്നാൽ പെട്ടെന്ന് പോയിൻ്റ് ആയിക്കൊണ്ട് കേട്ടോ. പോയിൻ്റ് ആയിക്കൊണ്ട് പെട്ടെന്ന് ഇടിമിന്നലായിരിക്കും. സോ ഇവിടെ കണ്ടോ, ഇവിടെ ഈ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ സാധനം കണ്ടോ, ഈ കുറ്റിയുണ്ടോ, ഈ കുറ്റി ഇങ്ങനെ നമുക്ക് ഇത് മുകളിൽ വന്ന് വെച്ചിട്ടുണ്ട്. അത് ഇടിമിന്നൽ വന്ന് ഏക്കാനാണ്. പക്ഷേ അത് അത്ര ഇതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളെ സേഫ്റ്റി നമ്മൾ നോക്കുക. ഇങ്ങനെയുള്ള സ്റ്റീലിനും കമ്പിയിലൊന്നും ഇവിടെ നിന്ന് പിടിക്കാൻ പാടില്ല. അത് സ്പെഷ്യലായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ വരുമ്പോൾ നമ്മൾ ആ കാണുമ്പോൾ സ്റ്റീൽ കമ്പിയിലൊന്നും പിടിച്ച് നിൽക്കരുത്. ഇടിമിന്നലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാക്സിമം ഇവിടുന്ന് താഴോട്ട് തന്നെ ഇറങ്ങാൻ നോക്കുക കേട്ടോ. നമ്മൾ വന്ന വണ്ടിയാണോന്ന് അറിയത്തില്ല. നമ്മളിപ്പം ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ വെയിറ്റിംഗ് പോയിന്റ്. സോ ഇവിടെ ജീപ്പ് വരും, എന്നിട്ട് അതിൽ കയറിയിട്ട് നമുക്ക് പോകണം. കേട്ടോ, കയറി വരുന്നുണ്ട് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ഇതിങ്ങനെ കയറി വരുന്നതാണ്. ജീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വേറൊരു മാസ സാധനം തന്നെയാണ്. ഏതാ ലുക്കെന്ന് നോക്കിയല്ലേ, ആ ജീപ്പിൻ്റെ ലുക്ക് നോക്കിയേ. ആ ഒരു പവറിൽ തന്നെ വന്ന് കയറും കേട്ടോ, അല്ലെങ്കിൽ വലിക്കത്തില്ല. ഫുൾ ആളായിട്ട് വരുമല്ലേ. നമ്മൾ വന്ന വണ്ടി തന്നെ കിട്ടി. ഒന്നിനും കയറിയിരിക്കാം. ഇനി നമുക്ക് 3 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ. നമുക്ക് തിരിച്ച് വീട്ടിൽ പോകണ്ടേ ഇവിടുന്ന്. വണ്ടി അവിടെ പോയി എടുക്കണം. താഴെ പോയിട്ട് നമുക്ക് വണ്ടി കാര്യങ്ങൾ എടുത്തിട്ട് വേണം പോകാനുള്ളത്. സെറ്റ് കേട്ടോ. ഇനിയിപ്പം മഴ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. ഒരു ചൂടില്ലായിരുന്നാൽ മതി. ചൂടാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത. എല്ലാവരും ബേക്ക് കയറി കേട്ടോ. അടുത്ത വണ്ടി വന്നിട്ടുണ്ട്. ഓരോ ബാച്ച് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അടുത്ത ബാച്ച് വന്നിട്ടുണ്ട്. ഇവരിങ്ങനെ ഓരോ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കും. താഴെ പോവും, എല്ലാവരും ഇത് തന്നെയാണ് പരിപാടി. അടുത്ത് അവരതിനകത്ത് കയറി. അപ്പം നമുക്കിനിയിപ്പം ഒരു ജീപ്പ് അവരെ എടുക്കപ്പെടുന്ന ഫുള്ളായി കഴിഞ്ഞാലേ അവർ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇനി ഇവിടെ ഇത്രയും കൂടി സ്ഥലമുണ്ട്. നമ്മൾ ഇറങ്ങുകയാണ്. ഇനി മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം സേഫ്റ്റി കാര്യങ്ങൾ നോക്കി എല്ലാവരും ഇറങ്ങും കേട്ടോ. ശരി കേട്ടോ, താങ്ക്സ്. അപ്പോൾ അവരെന്താണെന്ന് വെച്ചാലേ ഇപ്പം നമുക്ക് നമ്മുടെ കാർ അവിടെ ഉണ്ട്. അപ്പോൾ അത് കയറി പോകണം. എന്താ സംഭവം എന്ന് വെച്ചാലേ അവർ മാക്സിമം നമ്മൾ സേഫ്റ്റി നോക്കണം. ഇവിടുത്തെ കടക്കാരായാലും മുകളിലൊക്കെ ഉള്ള കടക്കാരായാലും പിന്നെ പുള്ളി ജീപ്പ് ഡ്രൈവർ അവരെല്ലാം വയർലെസ് കാര്യങ്ങളുണ്ട്. ഇവർ തന്നെയാണ് നമ്മളെല്ലാവരും സേഫ്റ്റി നോക്കുന്നത്. ഇത് പറഞ്ഞിട്ടില്ലേ, ഇന്നിപ്പം ഒരാളെ സ്വർണ്ണമാല കഴുതി കിടന്നിട്ട് ഇടിമിന്നലേറ്റിട്ട് ആകെ സീനായിരുന്നു. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാനാണ് അവർ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് നമ്മൾ കേട്ടേ പറ്റുള്ളൂ. അതിൽ നമ്മളിപ്പം ചിലർക്കൊരു നെഗറ്റീവ് വൈബും കാര്യങ്ങളും വരും. നമ്മൾ പൈസ കൊടുത്തിട്ടാണല്ലോ കയറിയത്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങാൻ പറയുന്നത് എന്തിനാണ്? മഴ പിന്നും നമുക്ക് സഹിക്കാമെന്ന് പുള്ളി പറയുന്നത്. പക്ഷേ ഈ ഇടി സീനാന്ന് പറയുന്നത്. നമുക്ക് ജീവനല്ലേ, ജീവൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അടുത്ത സ്ഥലത്തും കാര്യങ്ങൾ പോകാൻ പറ്റത്തുള്ളൂ. കുറേ പേർക്ക് ഇപ്പോഴും വരുന്നതേ ഉള്ളൂ. ഇവിടെ കണ്ടോ ഇത്രയും വണ്ടികളാണെന്നുള്ളത്, ട്രാവൽ മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ കുറേ പേര് ഇപ്പോഴും വരുന്നതേ ഉള്ളൂ. പക്ഷേ മാക്സിമം എല്ലാവരും ഇറക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് പെട്ടെന്ന് ഒന്ന് വന്നിട്ട് വന്നവരെയൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ട് ഇറക്കുന്നുണ്ട്. എനിക്കും ആ കാര്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവർ നമ്മുടെ സേഫ്റ്റി നല്ലോണം നോക്കുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഞങ്ങൾ പോയി കണ്ടിട്ട് എന്നുള്ള രീതിയിൽ ഇടാമല്ലോ. പക്ഷേ ഇവർക്ക് ആ സേഫ്റ്റി നോക്കിയാലേ ഇവർക്കും ഒരു മാർഗ്ഗം ഉണ്ടാവുള്ളൂ. അതായത് ഇവർക്കൊരു വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. കാര്യം എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സ്റ്റോപ്പായി കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ മാക്സിമം നമ്മുടെ സേഫ്റ്റി നോക്കുക. ഇന്നിപ്പം കയറിയില്ല എന്ന് പറഞ്ഞിട്ട് നാളെ നമുക്ക് കയറാനൊക്കെ പറ്റും. സോ ഇന്നിപ്പം ഇല്ലിക്കല്ലിൽ വന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുവാണ്. ഇപ്പോൾ 4:30 മണിയായി കേട്ടോ. ആൻസിക്കുട്ടി ആകെ ടയർഡായി കിടക്കുവാണ് കേട്ടോ. കുറച്ച് നേരം റെസ്റ്റ് ഉണ്ടായിരുന്നു പുള്ളിക്ക്. അവിടെ നിന്ന് ഒറ്റ എടുപ്പ് 3 മണിക്കൂർ ഇവിടേക്ക് വന്നു. പിന്നെ ഇവിടെ കുറേ ഓടി. അപ്പോൾ ഇനി നമ്മൾ വണ്ടിക്കൊന്ന് പോകുന്നു. ഗൈസ്, ഞാൻ എപ്പോഴും അങ്ങനെ പറയാറൊന്നുമില്ല. എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വ്ളോഗുകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. മഴക്കോളായോട്ട് താഴോട്ടൊക്കെ മഴ